ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണോ? ഇന്ന് വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറപിതാവിന്റെ തിരുനാൾ ദിവസമാണല്ലോ. തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും കേട്ടോ. നമുക്ക് ബഹുമാനപ്പെട്ട CMI അച്ഛന്മാരെയും CMC സിസ്റ്റേഴ്സിനൊക്കെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. ചാവറപിതാവിനോട് ഒരുപാട് മധ്യസ്ഥ അനുഗ്രഹം സഭയിൽ വർഷിക്കപ്പെടുന്നുണ്ട്. ഒരുപാട് നന്മകൾ വിശുദ്ധെല്ലോടും ഉണ്ടായിട്ടുണ്ടല്ലോ. നമുക്ക് പ്രത്യേകം മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. ഇന്ന് വലിയ സന്തോഷത്തിന്റെ ദിവസമായിരുന്നു. നിങ്ങൾക്ക് അറിയാവില്ല, ദൈവത്തിന്റെ കരുണയാല് നമ്മുടെ PDMലെ അടുത്ത ബാച്ചിന്റെ പ്രഥമ ആദ്യ വ്രത സ്വീകരണവും വ്രതം എടുക്കലും ഉടുപ്പിടലും എല്ലാം കൂടെ ദൈവത്തിന്റെ കരുണ നന്നായി നടന്നു. നിങ്ങൾ പറഞ്ഞായിരുന്നല്ലോ, നിങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങൾ, എന്തൊരു കാര്യം ചെയ്താലോ, ഇന്ന് PDMന് വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചാലോ അല്ലെ. പ്രത്യേകിച്ച് ഈ നവതാപസർക്കെല്ലാം വേണ്ടി വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി ഒരു നന്മറിഞ്ഞോറും ജില്ലയും അവരെന്തായാലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. നമുക്കൊന്ന് പ്രാർത്ഥിച്ച് അങ്ങ് സപ്പോർട്ട് കൊടുക്കാം. പ്രാർത്ഥിക്കാവോ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. അമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വിഷയത്തിന്റെ തലക്കെട്ട് മോശമായത് സംഭവിക്കാതിരിക്കാൻ എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിന്റെ 14-ാം തിരുവചനമാണ്. ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 5:14. തലക്കെട്ട് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? മോശമായ സംഭവം. നമ്മുടെ ജീവിതത്തിൽ അറിയാം, മോശമായതൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ മോശമായിട്ട് കൊണ്ടുവരുന്നത് എന്താണ് എന്നുള്ളത് ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുക. യോഹന്നാൻ 5:14. പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ നീ മേലിൽ പാപം ചെയ്യരുതെന്ന് പറയാം. നമുക്കറിയാം, കൊളക്കാരികൾക്ക് അന്ന് തറവാതി രോഗിയാണ്. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ അതിന്റെ ഒരു ഭാഗം വായിച്ചതാണ്. അവന്റെ അടുത്ത് കർത്താവ് വന്നു. സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് ചോദിക്കുന്നു. അവൻ അവസ്ഥ പറഞ്ഞു. കർത്താവ് ഇടപെടുന്നു. അവന് സൗഖ്യം കിട്ടുന്നു. അവൻ കിടക്ക ചുമന്നുകൊണ്ട് പോകുന്നു. സുഖപ്പെടുത്തി ആരാണെന്ന് അറിയുന്നില്ല. പിന്നീട് ദേവാലയത്തിൽ വെച്ച് യേശു അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു സന്യാസം നോക്കിയേ. അതൊക്കെ പിന്നെ അതെങ്ങനെയാന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ശരിക്കും ഒരു സൗഖ്യം കിട്ടി, ഒരു വിടുതൽ കിട്ടി, ധ്യാനം കൂടി, അഭിഷേകം കിടച്ചു, അതുകൊണ്ട് മാത്രം അവസാനിപ്പിക്കരുത്. പിന്നെ ദേവാലയത്തിലേക്ക് വരണം, സഭയിലേക്ക് വരണം, കൂദാശകളിലേക്ക് വരണം, വചനത്തിലേക്ക് വരണം, ധാരാളം വചനമൊക്കെ കേൾക്കണം. അപ്പൊ നോക്കിയേ, ഇവൻ ആദ്യം ഒരു വചനം കേട്ട്, ഒരു അഭിഷേകം കിട്ടി, വീണ്ടും ആ വചനം കേൾക്കുക. ആ വചനത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന സംഗതി എന്താ? ഓക്കെ, നീ സൗഖ്യം പ്രാപിച്ചിട്ടോ, നീ ക്ലിയർ ആണ്, നീ ശാരീരികമായും മാനസികമായും ആത്മാവുമായും ക്ലിയർ ആണ്. ശാരീരിക സൗഖ്യം മാത്രമല്ല, നൗ യു ആർ ഓക്കെ. പക്ഷേ ഇനിയൊരു കാര്യമുണ്ട്, ഇതുപോലത്തെ മോശമായത് പലതും സംഭവിക്കാതിരിക്കണമെങ്കിൽ ശ്രദ്ധിക്കണം, വലിയ പാപം ചെയ്യരുത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മോശമായിട്ട് പലതും കൊണ്ടുവരുന്നതിന്റെ ഒരു കാരണം നമ്മുടെ ഉള്ളിലെ പാപമാണ്. പാപം നമ്മുടെ ജീവിതത്തിൽ മോശമായിട്ട്, പാപരഹസ്യത്തിലായിരിക്കും, പുറത്തൊരു മനുഷ്യനെ അറിയില്ല. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിന്റെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്താക്കും അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ മോശമാക്കി കളയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പാപം വർജിക്കുക എന്നുള്ളതാണ് മോശമായിട്ടുള്ള സംഭവിക്കാതിരിക്കാൻ. പിന്നെ നമുക്ക് സംഭവിക്കുന്നത് ചിലപ്പോൾ നമുക്കൊരു അപമാനിതരായി, നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടു, അത് നമുക്കൊരു മോശമായ പോലെ തോന്നും. പക്ഷെ അത് മോശമല്ല, അതൊക്കെ നിത്യതയിൽ വലിയ പ്രതിഫലമുള്ള സംഗതിയാണ്. ബാക്കി പാപം കൊണ്ടുവരുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ മോശമായിട്ടുള്ളത്. അതുകൊണ്ട് ഈശോ പറയാം, കൂടുതൽ മോശമായി സംഭവിക്കാതിരിക്കും, നീ മേലിൽ പാപം ചെയ്യും. വന്നു, സംഭവിച്ചു. ഇപ്പൊ നിനക്ക് പാപമോചനം തന്നിട്ടുണ്ട്, സൗഖ്യം തന്നിട്ട് നൗ യു ആർ ഓക്കെ. പക്ഷെ ഇനി ശ്രദ്ധിക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടത്, പുതുവർഷമാണ്, പുതിയ തുടക്കമാണ്. മോശമായത് സംഭവിക്കാതിരിക്കാൻ, അത് നമ്മുടെ മക്കൾക്കും കുടുംബത്തിന്റെ തലമുറയിൽ ഒന്നും വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം പാപം മാക്സിമം ഉപേക്ഷിക്കുക. പാപം ഉപേക്ഷിക്കും തോറും പരിശുദ്ധാത്മാവ് നിറയുക. ഈശോ നമ്മുടെ പരിശുദ്ധ തൃത്വം നമ്മുടെ ഉള്ളിൽ വന്ന് നിറയുക. ഹല്ലേലൂയ. അങ്ങനെ നല്ല വിശുദ്ധിയിൽ പോയി കഴിഞ്ഞാൽ നല്ലത് മാത്രം സംഭവിച്ചു കൊണ്ട് കയറി വരും. പക്ഷെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. കൂടെയുണ്ട് കേട്ടോ. ഹാപ്പി ഫീസ്റ്റ്. യെസ്, നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. നന്നായിട്ട് സ്തുതിക്കാം. ഈശോയെ ആരാധന. കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, അത്ഭുതകരമായ സാന്നിധ്യം കൊണ്ടും കൃപകൾ കൊണ്ടും ഞങ്ങളെ നിറയ്ക്കണമേ. എല്ലാ പൈശാചിക പീഡകളും അന്ധകാരശക്തിയുടെ ഉപദ്രവങ്ങളും എല്ലാ ശല്യങ്ങളെയും ബാധകളെയും ഭൂതങ്ങളെ തടസ്സം ഈശോയുടെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, നിത്യാജ്ഞയിലേക്ക് ആട്ടിപ്പായിക്കുന്നു. കർത്താവിന്റെ കരം നിങ്ങളെ താങ്ങട്ടെ. ചാവറപിതാവിന്റെ പ്രത്യേക മാധ്യസ്ഥ സഹായവും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ചാവറപിതാവിന്റെ പ്രത്യേക മധ്യ രോഗികളെ പ്രത്യേകമായിട്ട് ആശീർവദിക്കുക. കർത്താവ് PDMലെ ബ്രദേഴ്സിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഇന്ന് വ്രതമെടുത്ത പ്രദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഇവരുടെ കുടുംബം അനുഗ്രഹം പ്രാപിക്കട്ടെ. വൈദികർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ കുടുംബങ്ങളിൽ തന്നെ ധാരാളം സമാധാനം ഉണ്ടാകും, ദൈവോളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, ഇന്ന് ഈ ഫീസ്റ്റിന്റെ ദിവസം ഒരു പ്രത്യേക അനുഗ്രഹം ഇവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക.
കർത്താവ് ഈ ദിവസങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചവരെ നേരിട്ട് കണ്ട് പ്രാർത്ഥിച്ചവർ അവർക്കെല്ലാം വലിയ കൃപയുണ്ടാകട്ടെ. എല്ലാ പൈശാചികതയിലും നാമത്തിൽ ബന്ധിക്കുന്നു. കർത്താവിന്റെ കരം നിങ്ങളെ താങ്ങട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടിയുണ്ട്, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.